ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഈ 25 മിനിറ്റും വാർത്ത കണ്ടുകൊണ്ടിരുന്ന കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകരുടെ വിചാരത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുക ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച് RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബലയെ സന്ദർശിച്ചത് മുഖ്യമന്ത്രിയുടെ RSS ദൂതൻ എന്നുള്ള നിലയ്ക്ക് ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ശരിയല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ പ്രതികരിച്ചതും നമ്മൾ വാർത്തയിൽ കാണുകയുണ്ടായി. ഇപ്പോൾ നേരെ തിരിച്ച് ആരോപണം വരികയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായിട്ടുള്ള പുനർജനി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ നിന്ന് VD സതീശനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് PV അൻവർ MLA ആരോപിച്ചു. താൻ വെളിപ്പെടുത്തുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് കൂടിക്കാഴ്ച ADGP MR അജിത് കുമാർ സമ്മതിച്ചത് എന്നും അൻവർ പറയുന്നു. താൻ പറയുന്നതിന് മുൻപ് അജിത് കുമാർ വിവരം പ്രതിപക്ഷ നേതാവ് VD സതീശന് ചോർത്തി നൽകി. തൃശൂർ പൂരം കലക്കാനാണ് കൂടിക്കാഴ്ച എന്ന ആരോപണത്തിന് പിന്നിൽ ഇരുവരുടെയും ഗൂഢാലോചനയാണെന്ന് PV അൻവർ മലപ്പുറത്ത് പ്രതികരിച്ചു. ADGP അജിത് കുമാറും ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ പറയുന്നു നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ്. സരിതയുടെ വെളിപ്പെടുത്തൽ വന്നതാണ്. അജിത് കുമാറാണ് അവരെ ബന്ധപ്പെടുന്നത്. ആരാ സോളാർ കേസിലെ പ്രതികൾ? ഈ പറഞ്ഞ UDF നേതാക്കന്മാരല്ലേ? ഇതൊക്കെ ഒരു പച്ചയായ സത്യം. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ, പുനർജനി കേസ് ED അന്വേഷിക്കണം. അത് തന്നെയാണ് വിഷയം. ഇവിടെയാണ് ഈ ബൂമറാങ് VD സതീശനെതിരെ തന്നെ തിരിച്ചു വരുന്നോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നത്. കോടിക്കണക്കിന് രൂപ മീൻവണ്ടിയിൽ കൊണ്ടുവന്നു എന്നുള്ള ആരോപണമാണ് പുനർജനിയുമായിട്ട് ബന്ധപ്പെട്ട് VD സതീശനെതിരെ നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ PV അൻവറിൻ്റെ ഈ വാക്കുകളോട് VD സതീശൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. തനിക്കെതിരായിട്ടുള്ള പുനർജനി കേസിൽ ED അന്വേഷണം ഒഴിവാക്കാനാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന PV അൻവർ MLAയുടെ ആരോപണത്തെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും പുനർജനി കേസിലെ പരാതിക്കാരൻ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ADGP ദൂതുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആ കസേരയിൽ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് പറയണം എന്ന് VD സതീശൻ പറയുന്നു. ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ RSS ദൂതനാണ്. CPIMന് RSSുമായി മുൻപും ബന്ധമുണ്ട്. തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ ഗൂഢാലോചന നടന്നു. കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേക ആനുകൂല്യം നൽകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘമുണ്ടെന്നും VD സതീശൻ പ്രതികരിക്കുന്നു. BJPയും CPMുമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. പൂരം കലക്കിയതാണ്, പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചതാണ് CPM BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം ഉണ്ട്. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. ഈ ഉപജാപക സംഘത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്ന് പ്രതികരിക്കുകയുണ്ടായത്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്ന് ഒരു വ്യക്തിയെ ഓർത്തു. ആ ഓർത്ത വ്യക്തിയുടെ പേര് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ട്